ഇത്തവണ പ്രളയ ദുരന്തം നേരിടുന്നതിൽ സർക്കാരിന് വലിയ പാളിച്ച ഉണ്ടായെന്ന് മുൻ റവന്യൂ മന്ത്രിയും എംഎൽഎയുമായ അഡ്വക്കേറ്റ് കെ രാജൻ. ഇത്ര മഴ പെയ്തിട്ടും പീച്ചി ഡാമിൽ വരൾച്ചാ ദുരിതം നേരിടുന്നതിനുള്ള വെള്ളം ഇനിയും ആയിട്ടില്ലെന്നും എംഎൽഎ. പീച്ചി ഡാമിലെ വെള്ളത്തിന്റെ സ്ഥിതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എംഎൽഎ. പീച്ചി ഡാമിൽ ആകെ കപ്പാസിറ്റിയുടെ 41% വെള്ളം മാത്രമേ ഇപ്പോഴുള്ളൂ. 79 മീറ്ററാണ് ഡാമിന്റെ മാക്സിമം കപ്പാസിറ്റി. എന്നാൽ നിലവിൽ 73.9 മീറ്റർ വെള്ളമാണുള്ളത്. അതുകൊണ്ട് വെള്ളം തുറന്നുവിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും എംഎൽഎ പറഞ്ഞു. എന്നാൽ മിന്നൽ പ്രളയം പോലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തുടർച്ചയായി നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചയ്ക്ക് കാരണമാണെന്ന് മുൻ റവന്യൂ മന്ത്രി പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ടും റവന്യൂ വകുപ്പ് ഇതിനെ നേരിടുന്നതിൽ വലിയ പാളിച്ച ഉണ്ടായതായി പത്തനംതിട്ട എംഎൽഎ ഉൾപ്പെടെ അബിൻ വർക്കി ഉൾപ്പെടെ വളരെ പരസ്യമായി പറയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി അവധാനതയോടുകൂടി മഴക്കാല പ്രവർത്തനങ്ങളെ കാണേണ്ടതായിരുന്നു. അങ്ങനെ കാണുന്നൊരു ശീലം നമുക്കിടയിലുണ്ടായിരുന്നു. 2583 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ 2 മാസക്കാലത്തിനിടയിൽ മാറ്റിയത്. അതിൽ 559 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുമിച്ച് ഈ ദുരന്തം നടന്ന അതേ വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാർ ചെറിയൊരു സമയക്കാലം കൊണ്ട് മാറിയപ്പോൾ അവർക്ക് ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും നടത്തുന്നതിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെ മാത്രം ആശ്രയിക്കരുതെന്ന് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ വേറെ നിരവധിയായി മാർഗങ്ങൾ ആശ്രയിക്കാറുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാമുള്ള വീഴ്ചകൾ വളരെ വലുതാണെന്നും അതെല്ലാം പരിശോധിക്കണമെന്നും എംഎൽഎ പറഞ്ഞു. ദുരന്തമുണ്ടായ പത്തനംതിട്ടയിൽ 13 വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ 117 പേരെയാണ് ഈ ചെറിയ കാലയളവിൽ മാറ്റിയത്. ഈ ദുരന്തത്തെ കുറച്ചുകൂടി ആധികാരികമായി കാണണം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരസ്പരം ധാരണയോടെ പൊതുവായ അഭിപ്രായം പറയുന്നതാണ് നല്ലത്. വകുപ്പ് മന്ത്രി അറിയാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഹെലികോപ്റ്ററിൽ ഇൻവെസ്റ്ററെ കാണാൻ പോയത് ശരിയാണോയെന്നും ഏതാണ് ആ ഇൻവെസ്റ്റർ എന്ന് ഇപ്പോഴല്ലെങ്കിലും പിന്നീടെങ്കിലും പറയേണ്ടി വരുമല്ലോ എന്നും എംഎൽഎ പറഞ്ഞു. ഈ ഹെലികോപ്റ്റർക്ക് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എത്രയോ തവണ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയതാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ തുറന്ന ആളുകളോട് അഭിപ്രായം പറയണം. ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഒരറ്റത്ത് മുഖ്യമന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിനല്ല ഉപയോഗിച്ചതെന്ന്, മറ്റൊരിടത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു സ്വകാര്യ ആവശ്യത്തിന് കാറല്ല ഇനി ചിലപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. ഇതിലൊക്കെ ഏതാണ് ശരി എന്ന് പരസ്പരം ധാരണയുണ്ടാക്കി പൊതുവായ അഭിപ്രായങ്ങൾ പറയുകയായിരിക്കും ഏറ്റവും നല്ലത്. അതൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കാണാൻ പോകേണ്ടതുണ്ടോ? അങ്ങനെ കാണാൻ വ്യവസായ വകുപ്പ് മന്ത്രി പോലും അറിയാതെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? അതൊക്കെ യാഥാർത്ഥ്യമാണോ? അതൊക്കെ വരുന്ന കാലങ്ങളിൽ തെളിയിക്കപ്പെടും. അന്ന് ഏതായിരുന്നു ആ ഇൻവെസ്റ്റർ എന്ന് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ അന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പൊ അന്ന് കേൾക്കാം. TCV ന്യൂസ്, തൃശൂർ.